ഗൾഫിലും നാട്ടിലും നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന യുവാവ് തന്റെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും ഭാര്യയുടെയും ഭാര്യ സഹോദരന്മാരുടെയും പേരിൽ മാറ്റിവെച്ചു. സ്വാഭാവികമായി ബിസിനസ്സുകാർ നേരിടുന്ന റെയ്ഡടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് എല്ലാം തകിടം മറിഞ്ഞത്. ഭാര്യ മക്കളെയും കൂട്ടി ഉപേക്ഷിച്ചു പോയി. എന്നാൽ മക്കളെ തേടി വീട്ടിൽ ചെന്ന യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. ആശുപത്രിയിലെത്തിച്ചപ്പോൾ ആശുപത്രിയിൽ നിന്നും യുവാവിന് നേരിടേണ്ടി വന്നത് അതിക്രൂരത. യുവതിയുടെ സഹോദരൻ ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്നു. മദ്യലഹരിയിലായിരുന്നു യുവാവ് വീട്ടിൽ കയറി ചെന്നതെന്ന് ആരോപിക്കാൻ വേണ്ടി അനുവാദമില്ലാതെ രക്തമെടുത്തു. എല്ലാം കോടതിയിൽ വാദിക്കപ്പെട്ടു. ഒടുവിൽ ആശുപത്രിക്കെതിരെ കോടതി വിധി 25,000 നഷ്ടപരിഹാരം നൽകണം. സംഭവം നടന്നത് മലപ്പുറം വളാഞ്ചേരിയിലാണ്. എടയൂർ വലിയകത്ത് ഹൗസിൽ റഫീഖ് VKക്ക് അനുകൂലമായാണ് കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ്റെ പാർട്ടായിട്ട് കുറച്ച് ഫണ്ട് പെൻഡിങ് ഉണ്ടായിരുന്നു. കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിന് കുറച്ച് ഫണ്ട് വീട്ടിൽ കൊടുത്ത് വെച്ചിരുന്നു. ഏതാണ്ട് 10-27 ലക്ഷം ഉറപ്പോളം അവിടെ വീട്ടിൽ ഉണ്ട്. ബാങ്കിൽ തന്നെ ഞാൻ 10-20 ലക്ഷം ഉറപ്പോളം വിഡ്രോ ചെയ്തിട്ട് കൊടുന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ശരീരത്തിൽ തുണി പോലും ഇല്ല എന്നുള്ളതാണ്. അത്രയും ആൾക്കാർ കൂടിയിട്ടാണ് എന്നെ തച്ചിട്ടുള്ളത്. അവരെ കൺസെപ്റ്റിൽ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ഒരു ബെസ്റ്റ് ടൈമായിട്ട് അതിനെ കാണുകയാണ്. അവർ ഇത്രയും സ്വത്തുകൾ അവരെ പേരിൽ എടുക്കുന്നുണ്ട്. മറ്റുള്ള പാർട്ടൊക്കെ ആയിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ അവരുടെ കയ്യിലുള്ളത്. എനിക്കാണെങ്കിൽ ആൺകുട്ടികളിൽ ജനിക്കാത്തതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് അധികമായിട്ട് ആ പാർട്ട് നോക്കിയതാണ്. അവർക്ക് സേഫ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. വേറെ എന്താണ് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അത് ആ എല്ലാം കൂടി ഒരേ സമയത്ത് സംഭവിക്കുമ്പോഴാണ് വിഷമമാണ് എനിക്ക്. അതായത് ഞാൻ അത്ര തല്ലുകൊണ്ട ഒരാൾ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കണ ചോരയെ കുളിച്ചിട്ട് നമ്മളാ മാന്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ മറ്റുള്ള കാര്യം നടക്കണില്ല. പിന്നെ ഞാൻ മദ്യപിച്ചിട്ടാണ് അവർ തച്ചിട്ടുള്ളത്. അവിടെ നിന്ന് അടിക്കുമ്പോഴും ആ വാക്കാണ് പറഞ്ഞത്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മൂക്കും ഇതൊക്കെ പൊട്ടിപ്പോയിക്കായിരുന്നു. കാറ്റ് പാസ്സാവുമായിരുന്നു. കുറേ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഫുൾഫില്ലായിട്ടില്ല. ബിസിനസ്സിലെ എല്ലാ കോൺടാക്റ്റും നമ്പറുകളൊക്കെ അവരുടെ കയ്യിലാണ്. പക്ഷേ ഞങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും ആ ഒരു രീതിക്ക് ലൈഫാകുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രശ്നം വരുന്നില്ലല്ലോ. ഏതായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇനിയും ഒരുപാട് കേസുകളുണ്ട്. ഈ ഒരു കേസ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. കേസുകൾ ഇനിയും 10-11 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കൊടുത്തു കിടക്കുന്നുണ്ട്. ബിസിനസ്സിലൂടെ സമ്പാദിച്ചതെല്ലാം ഭാര്യയും സഹോദരന്മാരും ചേർന്ന് തട്ടിയെടുത്തിരിക്കുന്നു. കോടതി മാത്രമാണ് ഏക ആശ്രയം. ആസ്തികൾ എഴുതിവെച്ചതിലും പണം കൈമാറ്റം ചെയ്തതിനുമെല്ലാം കൃത്യമായ രേഖകൾ റഫീഖിന്റെ കൈവശമുണ്ട്. സ്വത്തുവകകളും പണവും തട്ടിയെടുക്കാൻ ഭാര്യയും ബന്ധുക്കളും ചേർന്ന് നിരപരാധിയായ ഒരു മനുഷ്യനെ മദ്യപാനിയെന്നും ലഹരിക്കടിമയെന്നും പറഞ്ഞ് ചാപ്പകുത്താനുള്ള ശ്രമമാണ് കോടതി പൊളിച്ചു കളഞ്ഞത്. വളാഞ്ചേരി നടക്കാവ് ആശുപത്രി അധികൃതർ അറിയാതെ ജീവനക്കാരൻ നടത്തിയ പിഴവിന് ആശുപത്രിയാണ് സമാധാനം പറയേണ്ടി വന്നിരിക്കുന്നത്, നഷ്ടപരിഹാരം നൽകേണ്ടി വന്നിരിക്കുന്നത്. നടക്കാവ് ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ടില്ല അവിടുത്തെ സർവീസിൽ വന്ന പോരായ്മകളാണ്. പക്ഷേ ഞാൻ ആ സർവീസിൽ വന്ന പോരായ്മകൾ വെച്ചാൽ എൻ്റെ കൺസേൺ ഇല്ലാണ്ടാണ് ആ ബ്ലഡ് എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ. ആ സമയത്ത് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ പറയാനും പറ്റണില്ല. പറഞ്ഞാൽ പോലും എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് എൻ്റെ ലാംഗ്വേജ് പോകുന്നത്. എന്നാലും മൂക്കും ചുണ്ടൊക്കെ പൊട്ടിപ്പോയിരുന്നു. അവരതൊക്കെ ചെയ്തു. അതിലൊരിക്കലും നന്നായി. ആ ബ്ലഡ് റിസൾട്ടിൽ തന്നെ ഫുൾ ക്ലിയർ ആയിട്ട് വരാൻ പറ്റി. പക്ഷേ പോലീസിൻ്റെ ഫുൾ സപ്പോർട്ട് അവരെ ഭാഗത്തായത്. എൻ്റെ പരാതിക്കോ ഈ ഇൻറ്റിമേഷൻ ഒന്നിലേക്ക് ഓലെ പരാതി പോലും ഹോൾഡ് ചെയ്തില്ല. 2020 അതായത് 13-ാം തീയതി ആകുമ്പോഴത്തേന് FIR എൻ്റെ പേരിൽ വിട്ടിരുന്നു. രേഖ കാണാമല്ലോ. ഞാൻ ആ പരാതിക്കൊക്കെ പോണതും പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ്. എൻ്റെ പരാതികൾ എടുക്കുന്നില്ല. കോടതി മുഖേനയാണ് പിന്നെ പരാതി എടുക്കുന്നത്, FIR ഇടുന്നത്. അതൊരു പേരിനിട്ട FIR ആണ്. അന്വേഷണമോ മറ്റ് CCTV റിക്കവറി ചെയ്യാവുന്നൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ രണ്ടാമട്ടും ആ കേസുകളൊക്കെ നടക്കുകയാണ്. ഒന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കേസിന് നമുക്ക് വിധി വന്നു. നമുക്ക് നഷ്ടപരിഹാരം മറ്റുള്ളതൊന്നുമല്ല. നടക്കാവ് ഹോസ്പിറ്റലുമായിട്ടല്ല ഞങ്ങളുടെ പ്രശ്നം. അവിടെ എൻ്റെ ഭാര്യൻ്റെ ബ്രദർ ജോലി ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. പല ഡോക്യുമെൻറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. ടൈമിങ്ങൾ ആയാലും എല്ലാ ഭാഗത്തും പല മാറ്റങ്ങളാണ്. അതായത് ഈ ഒരു വാല്യുബിൾ ഇല്ലാത്ത നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഈ കേസ് കോടതിയിൽ വരുന്ന സമയത്ത് 100% നമ്മളെ കേസ് നിലക്കാതെ പോയിരുന്നു. ആ സ്ഥാനത്ത് നമ്മൾ അപ്പം തന്നെ അതിന് പരിഹരിച്ചതിൻ്റെ പേരിലാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. കോടതി എല്ലാം നിരീക്ഷിച്ചിരുന്നായിരുന്നു. കോടതി വളരെ വ്യക്തമായിട്ട് ആ നമ്മളെ പാർട്ട് ക്ലിയർ ആയി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിൽ റഫീഖിനെ തന്റെ കുട്ടികളെ കാണാനോ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളത് ചെയ്യാനോ അനുവദിക്കുന്നതുമില്ല. എന്നെ സംബന്ധിച്ചോളം അതായത് അവൾ ഈ സംഭവിച്ചതിനും ഈ സംഭവിക്കാൻ പോണതിനെ കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ എൻ്റെ മക്കളാണത്. അപ്പോൾ അവർക്ക് കാണാനും അവരെ ശ്വസിക്കാനും കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ്. 6 മക്കളുണ്ട്. ആദ്യത്തെ 3 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടികളതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഇസ്ലാം നിയമപ്രകാരമാണ് നമ്മളെ എത്രയും ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് എനിക്കെന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സും പലയിടത്തും പോകുന്ന ആളൊക്കെ അല്ലേ. ആ ഒരു ഇതിലാണ് ഞാൻ
അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനൊക്കെ ഓരോ പേയ്മെൻറ്റ് കൊടുത്തതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് ട്രാൻസാക്ഷനും മറ്റുള്ളതൊക്കെ എൻ്റെ അടുത്ത് രേഖ ഉണ്ട്. ഇതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ്, ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അവരൊക്കെ പേരിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആ റൈഡിൻ്റെ വിഷയത്തിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് തിരിച്ച് തരാം. അതായത് ഈ ബിൽഡിങ്ങൊക്കെ അളിയൻ്റെ പേരിലെ ബിൽഡിങ്ങൊന്നും ഒരു കണ്ടിട്ടും കൂടി ഇല്ല, എവിടെ എന്താണെന്ന് അറിയുമോ വന്നിട്ടും കൂടി ഇല്ല. അവൻ്റെ പേരിൽ ചെയ്തു, അത് മറിച്ച് കൊടുക്കേണ്ട ബിൽഡിങ്ങുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവരൊക്കെ കൂടി ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ഈ നമ്പറൊക്കെ പേരിലാണ്, ഇത്രയും കാലം ഉപയോഗിച്ച മൊബൈൽ നമ്പറൊക്കെ നമുക്ക് അത്രയും വിശ്വാസമുള്ളതിൻ്റെ പേരിലാണല്ലോ. 2023 അവരുടെ പേരിലേക്ക് താൽക്കാലികമായിട്ട് മാറിയിട്ട് തിരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല. ഇത് മാത്രമല്ല, അതൊക്കെ ഇപ്പോൾ അവരാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ വരുമാനവും നിർത്തുക, എന്നിട്ട് കുടുംബ കോടതികളായാലും മറ്റുള്ള കേസുകളിലൊക്കെ നമ്മളെ എന്താ പറയുക, പുറത്തു വരാൻ പറ്റാത്ത രീതിക്കുള്ള കുറ്റാരോപണങ്ങളാണ്. ഏതായാലും തന്റെ പേരിലുള്ള കേസുകളുടെ സത്യാവസ്ഥ പൂർണ്ണമായും പുറത്തുവരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് റഫീഖ്. മലയാളം ടെലിവിഷൻ, മലപ്പുറം. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം, വാ versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. Kavita Gold and Diamonds, the versatile jewelry.